കേരളത്തിൽ സുരേഷ് ഗോപി സഹായിച്ചിട്ടുള്ള ഇൻഡിവിജ്വലി സഹായിച്ചിട്ടുള്ളത് പോലെ ദളിതരെ ഒരു പക്ഷേ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെ സഹായിച്ചു സാറിനെ അറിയൂ സാറേ. പക്ഷെ ഞാൻ അട്ടപ്പാടിയിൽ വന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ട്. മുരുകളയിൽ നിന്ന് ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാരിയിൽ തൂക്കിക്കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സുരേഷ് ഏട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏതാനും ദിവസം മുമ്പ് വെട്ടിവിട്ട കടവ് ആദിവാസി ഊരിലേക്ക് സ്ട്രക്ചർ നൽകാൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. അപ്പോഴാണ് മുക്കമ്പുഴ ആദിവാസി ഊരുകാർ സുരേഷ് ഗോപിയോട് ഫൈബർ വള്ളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. 10 ദിവസം കൊണ്ട് ഫൈബർ വള്ളം നിർമ്മിച്ച് സുരേഷ് ഗോപി ഇത് കൈമാറി. കോളനി സന്ദർശനത്തിനായി സുരേഷ് ഗോപി എം പി വയനാട്ടിലെത്തിയപ്പോഴാണ് കുളത്തൂർ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത്. വയനാട്ടിലെ വനവാസി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപി എം പി. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇടുക്കി വട്ടവടയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി രാജ്യസഭാ എം പി സുരേഷ് ഗോപിയുടെയും ജലനിധി പദ്ധതിയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ആദിവാസി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട അദ്ദേഹം വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പിരിഞ്ഞത്. ജാതി വിവേചനത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ വീട് പണിത് നൽകി സുരേഷ് ഗോപി എം പി. കോളനിയിലെ വീരൻ കാളിയമ്മ ദമ്പതിമാർക്കാണ് എം പി വീട് വെച്ച് നൽകിയത്. ജാതിന്റെ പ്രശ്നത്തിലാണ് വീട് കിട്ടാണ്ടിരുന്നത്. പിന്നെ പല പാർട്ടികളൊക്കെ വന്ന് നോക്കി ആരും ഒന്നും ചെയ്തിട്ടില്ല. ഗോപി സാർക്ക് എന്നെ ഇഷ്ടമാണ്, സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് ഈ നാട്ടുകാർക്ക് സഹായിക്കാൻ അവർക്ക് ദൈവം നല്ല അനുഗ്രഹമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ 7 പതിറ്റാണ്ടിന് ശേഷം കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. വയനാടിന് വേണ്ടി വലിയ നന്ദി. കേരളത്തിലെ മനസാക്ഷി മരവിച്ചില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.